അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ള ഉമ്മമാരെ ഉപ്പമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ പവിത്രമായ ദുൽഖഅദ മാസം, ആ ദുൽഖഅദ മാസത്തിന്റെ രണ്ടാമത്തെ രാവിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. നാളെ രണ്ടാമത്തെ പകലാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒരു ഒരുമിച്ച് കൂടലും നമ്മുടെ ദുആയും ദിക്റും സ്വലാത്തും തസ്ബീഹും എല്ലാം പരിപൂർണമായി റബ്ബ് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഇങ്ങനെ ഓൺലൈൻ ദിക്ർ മജ്ലിസ് ഒക്കെ ചൊല്ലിയാൽ കൂലി കിട്ടുമോ? എങ്ങനെ ഓൺലൈനായിട്ട് ഇപ്പം ഞാൻ എൻ്റെ പള്ളിയിൽ ഇരുന്നിട്ട് ദിക്ർ ചൊല്ലുന്നു, നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ താമസ സ്ഥലത്ത് അല്ലെങ്കിൽ മറ്റേ കടയിൽ അല്ലെങ്കിൽ വാഹനത്തിൽ പല സ്ഥലത്തായിരിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങനെ മൊബൈലിലൂടെ നമ്മൾ ഇത് കേട്ടിട്ട് ദിക്ർ ചൊല്ലുന്നു. അപ്പോൾ ഈ ഓൺലൈനായിട്ട് ദിക്ർ ചൊല്ലിയാൽ സ്വീകരിക്കുമോ എന്ന് ചില ആൾക്കാർ സംശയം ചോദിച്ചതാണ്. സ്വീകരിക്കില്ല എന്ന് പറയാൻ എന്തെങ്കിലും മാനദണ്ഡമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ മജ്ലിസ് സംഘടിപ്പിക്കുന്നു, ഇത് സ്വീകരിക്കില്ല, പടച്ചോൻ സ്വീകരിക്കില്ല എന്ന് അങ്ങനെ പറയുന്ന ആളുകൾക്ക് എന്ത് മാനദണ്ഡമാണ്? ഒന്നുമില്ല. നമ്മൾ ചൊല്ലുന്നത്, നമ്മൾ പറയുന്നത് മനസ്സിൽ നിന്നാണോ, നമ്മൾ ഖൽബിൽ നിന്നാണോ, അള്ളാഹ്ക്ക് വേണ്ടിയാണോ എങ്കിൽ അള്ളാഹു സ്വീകരിക്കും. അല്ലാതെ ഇത് ഓൺലൈൻ ആവട്ടെ ഓഫ്ലൈൻ ആവട്ടെ അതൊന്നും ഇതിനൊരു മാനദണ്ഡമല്ല. പലരും പ്രസംഗിക്കുകയാണ്, പലരും വിമർശിക്കുകയാണ്, എന്ത് ഓൺലൈൻ മജ്ലിസ് അത് ഹറാമാണ്, തെറ്റാണ്. എന്ത് മാനദണ്ഡം കണ്ടിട്ടാണ്? ഇപ്പം നമ്മളിവിടെ ഹറാമായ എന്തെങ്കിലും കാര്യമാണോ പറയുന്നത്? സിനിമാ കഥയാണോ ഞാൻ നിങ്ങളും പറയുന്നത്? അല്ലല്ലോ. നാടക റിഹേഴ്സലാണോ? അല്ലല്ലോ. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ ചില ദുആകളുണ്ട്, മുത്ത് റസൂൽ നമുക്ക് പഠിപ്പിച്ച ചില ദിക്റുകളുണ്ട്, ആ പുന്നാര ഹബീബിന് വേണ്ടി ചൊല്ലുന്ന ചില സ്വലാത്തുകളുണ്ട്, അള്ളാഹുവിൻ്റെ പവിത്രമായ ഇസ്മുകളുണ്ട്. അതൊക്കെ ഞാൻ ഇവിടെ നിന്ന് ചൊല്ലുന്നു, അത് കേട്ട് നിങ്ങൾ നിങ്ങളുടെ വീടുകളിലും അതുപോലെ നിങ്ങൾ സ്ഥാപനത്തിലും അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിലും എവിടെയാണ് അവിടെ നിങ്ങൾ ചൊല്ലുന്നു. ഇവിടെ എന്ത് ഹറാമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് ഓൺലൈൻ മജ്ലിസ് ആണെന്ന് പറഞ്ഞ് ഇത് ഹറാമാണ്, ഇത് പാടില്ല എന്നൊന്നും പറയാൻ നിൽക്കേണ്ട. കാരണം നമ്മളിപ്പോൾ ഓഫ്ലൈനായി, ഇപ്പോൾ നമ്മൾ ഇതൊന്നും ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു മജ്ലിസിൽ ഇരുന്നിട്ട് ചൊല്ലുന്ന ദിക്ർ ആത്മാർത്ഥതയില്ലെങ്കിൽ അതുകൊണ്ടൊരു ഗുണവുമില്ല. നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് മജ്ലിസ് നമ്മൾ പങ്കെടുക്കും, നമ്മൾ ദിക്ർ ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, ആത്മാർത്ഥതയുണ്ടോ? നമ്മൾ തഖ്വയോടുകൂടിയാണോ ചൊല്ലുന്നത്? അള്ളാഹു സ്വീകരിക്കും. കാരണം അള്ളാഹുവിന് വേണ്ടത് തഖ്വയാണ്, മനസ്സിൽ നിന്ന് ഖൽബിൽ നിന്ന് വരണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസ് തുടങ്ങിയിട്ട് 2-3 വർഷങ്ങളായി. അൽഹംദുലില്ലാ. ഇതുവരെ നമ്മൾ ഒരു ഗൂഗിൾ പേ നമ്പർ വെച്ചിട്ട് ഇതിലേക്ക് നിങ്ങൾ സംഭാവന അയക്ക് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയുകയുമില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല. നമ്മൾ ചൊല്ലുന്ന ദിക്ർ അത് കേട്ട് ആരെങ്കിലും ഒരാളെങ്കിലും നമ്മുടെ മജ്ലിസിൽ പങ്കെടുത്ത് ആത്മാർത്ഥമായി ആമീൻ പറഞ്ഞാൽ അതിൻ്റെ കൂലി എനിക്കുണ്ട്, ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കുണ്ട്, നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസ് പങ്കെടുക്കേണ്ടവർക്ക് പങ്കെടുക്കാം. ഇതിന് വിമർശിക്കുന്ന ആളുകളുണ്ടാവും, അവർക്ക് അവരുടെ പണി നോക്കാം. അൽഹംദുലില്ലാ. നമ്മളിപ്പോൾ കൂടുതൽ അങ്ങനെയുള്ള സംസാരങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മുടെ നല്ല മജ്ലിസാണ്. അൽഹംദുലില്ലാ. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും കാണുമ്പോൾ ഉസ്താദ് നിങ്ങളുടെ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ, അൽഹംദുലില്ലാ അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അല്ലാഹു തആല അവർക്കും നമുക്കൊക്കെ ഖൈറും ബറക്കത്തും നൽകട്ടെ, എല്ലാവിധ അനുഗ്രഹങ്ങളും അല്ലാഹു നൽകട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളിലും അല്ലാഹു തആല തഖ്വയും ഇഖ്ലാസും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധത്തുള്ള കണ്ണേർ സിഹ്റിനെ തൊട്ട് റബ്ബ് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ ദിക്റിന്റെ മജ്ലിസിലേക്ക് കടക്കാം. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ അതിപ്രധാനപ്പെട്ട ഒരു ഇസ്മുണ്ട്. അത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഇസ്മാണ്. പക്ഷെ അത് വല്ലപ്പോഴും പറയേണ്ടതല്ല. എല്ലാ ദിവസവും സ്ഥിരമായി നമുക്ക് പറയാൻ പറ്റിയാൽ ഒരുപാട് നേട്ടങ്ങൾ അല്ലാഹു തആല തരും. അള്ളാഹുവിൻ്റെ രാജാധികാരത്തെ പിടിച്ചിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു ഇസ്മാണത്. അള്ളാഹുവേ, ഈ ഇസ്മ പറഞ്ഞിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരണം, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ മുറാദുകൾ ഹാസിലാക്കി തരണേ എന്നും കൂടി നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആരക്കണം. എങ്ങനെയാണ് അങ്ങനെ ദുആരക്കേണ്ടത്? ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഇസ്മും പറയണം, നമ്മുടെ ആവശ്യങ്ങളും ചോദിക്കണം. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് اللهم اقض حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم اقض حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم اقض حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم اقض حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم اقض حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم اقض حاجاتنا يا قاضي الحاجات
യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് اللهم قضِ حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم قضِ حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم قضِ حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم قضِ حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم قضِ حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم قضِ حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم قضِ حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم قضِ حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم قضِ حاجاتنا يا قاضي الحاجات നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ രോഗികളാണ്. അല്ലാഹു തആല എല്ലാവരുടെയും രോഗങ്ങൾ, എല്ലാവരുടെയും ദുഃഖങ്ങൾ, പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ അല്ലാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻ്റായി രോഗങ്ങളുടെ കാര്യം പറയുന്നു. പല ടെസ്റ്റുകളും നടന്നു, ശരീരത്തിൽ പല മുഴകളുണ്ട്, അതുപോലെ കുരുക്കൾ വന്നിരിക്കുന്നു, അതുപോലെ ശാരീരികമായ അസ്വസ്ഥതകളുണ്ട്. എല്ലാം മാറി സലാമത്താവാൻ ഉസ്താദ് പ്രത്യേകം ദുആ രക്കണമെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെയും നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെയും രോഗങ്ങൾക്ക് അല്ലാഹു തആല ശമനം തരണം. അതിന് പറ്റിയൊരു ദുആയുണ്ട്, നമുക്കൊന്ന് പറഞ്ഞാലോ? അല്ലാഹുമ്മ ഇശ്ഫി അംറാദന വ അംറാദ മൻ ഔസ്വാന. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗവും ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് പറഞ്ഞ എല്ലാവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കണേ, ഷാഫിയായ അല്ലാഹ് എന്നർത്ഥം വരുന്ന ദുആയാണ്. പറഞ്ഞു, അല്ലാഹുമ്മ ഇശ്ഫി അംറാദന വ അംറാദ മൻ ഔസ്വാന ബിദ്ദുആ യാ ഷാഫിയൽ അംറാദ്. اللهم اشف امراضنا وامراض من اوصانا بالدعاء يا شافي الامراض. اللهم اشف امراضنا وامراض من اوصانا بالدعاء يا شافي الامراض. اللهم اشف امراضنا وامراض من اوصانا بالدعاء يا شافي الامراض. اللهم اشف امراضنا وامراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. നമ്മളെല്ലാം മുസ്ലിമായി ജനിച്ചവരാണ്, മുസ്ലിമായി ജീവിക്കുന്നവരാണ്.
മരിക്കുന്ന സമയത്തും മുസ്ലിമായി കെലിമ ചൊല്ലി നമുക്ക് മരിക്കാൻ പറ്റണം. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇബാദത്തുകളൊക്കെ കൃത്യമാക്കുക, നല്ലവണ്ണം ദുആ ചെയ്യുക, തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. എങ്ങനെയാണ് ദുആരക്കേണ്ടത്? നമ്മുടെ ആഖിബത്ത്, നമ്മുടെ അവസാനം നന്നാവാൻ എങ്ങനെ ദുആരക്കണം? നമുക്ക് മഹ്തുക്കൾ പഠിപ്പിക്കുന്ന ഒരു ദുആയാണ് അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, എന്നെ നീ മരിപ്പിക്കുമ്പോൾ, എനിക്ക് മരണം തരുമ്പോൾ എനിക്ക് നീ എന്ത് ചെയ്യണം? ഹിദായത്ത് നൽകണം. എന്നെ ഇസ്ലാമിലാക്കി മുസ്ലിമാക്കി നീ മരിപ്പിക്കണം. വ അൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളോടൊപ്പം തന്നെ നീ എന്നെ ഒരുമിച്ച് ചേർക്കണം. ഇതാണ് ആ ദുആ. നമുക്കൊന്ന് പറഞ്ഞാലോ? ഇത് ഇങ്ങനെ ദിക്റിന്റെ മജ്‌ലിസിൽ മാത്രം പറയേണ്ട ദുആയല്ല. നമ്മൾ എപ്പോഴൊക്കെ നമസ്കാരങ്ങൾക്ക് ശേഷം ദുആരക്കുന്നു ആ സമയത്തൊക്കെ ഈ ദുആ നമുക്ക് പറയാം. നമുക്കൊന്ന് പറഞ്ഞാലോ? اللهم توفني مسلما والحقني بالصالحين. 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 നമ്മൾ ചെയ്തു പോകുന്ന അബദ്ധങ്ങൾ, തെറ്റുകൾ എത്രയാണ് അല്ല, എണ്ണിയാലൊടുങ്ങാത്ത തെറ്റുകൾ നമ്മൾ ചെയ്തു പോവാറുണ്ട്. ഓരോ ദിവസവും ചിലപ്പോൾ വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, നോട്ടം കൊണ്ട്, കേൾവി കൊണ്ട്, ഹൃദയം കൊണ്ട് നമ്മൾ ചിന്തിക്കാത്ത പല തെറ്റുകളും, നമ്മൾ അറിയാതെ നമ്മൾ ഒരുപാട് തെറ്റുകൾ, അബദ്ധങ്ങളിലേക്ക് പോകുന്നവരാണ്. എല്ലാ തെറ്റുകളും അല്ലാഹു തആല നമ്മൾ അറിയാതെ തന്നെ പുറത്തു തരണം. എങ്ങനെ? ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞാൽ തന്നെ ഒരുപാട് തെറ്റുകൾ, ഒരുപാട് അബദ്ധങ്ങൾ നമ്മളിൽ നിന്നും അല്ലാഹു തആല മായ്ച്ചു കളയുന്ന, അത്ഭുതപ്പെടുത്തുന്ന ഒരു ദിക്റുണ്ട്. ദിക്ർ നമുക്ക് പറഞ്ഞാലോ? പറഞ്ഞോ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده
لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير കണ്ണേർ സിഹ്റിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ച ഒരു അമൂല്യമായ ദിക്റുണ്ട്. സ്വർഗത്തിൻ്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണിത്. മാത്രമല്ല ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉള്ളവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾക്കൊരു പരിഹാരം കിട്ടാൻ അല്ലാഹു തആല ഒരുപാട് നമുക്ക് നിഅമത്തുകൾ വാരിക്കോരി തരാൻ ഒക്കെ പറ്റിയ ഒരു ദിക്റാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും പറഞ്ഞു, ഒന്നിച്ചു പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم الحمد لله. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ ഇസ്മുകളുടെ ഇസ്തിഗ്ഫാറിൻ്റെ മജ്ലിസ് അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഈ പറഞ്ഞതിൽ ചൊല്ലിയതിലൊക്കെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ, നമ്മുടെ ഈമാനിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, നമ്മുടെ ചൊല്ലിയതിൽ എന്തെങ്കിലും ഒരു തഖ്വയുടെ പോരായ്മ ഉണ്ടെങ്കിൽ അള്ളാഹു തആല പരിഹരിച്ച് നമ്മളിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ മൊത്തത്തിൽ ദുആരക്കുന്നു. അള്ളാഹു തആല നമ്മുടെ ദുആയിനെ സ്വീകരിക്കുമാറാവട്ടെ. ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ഉസ്താദ് ദുആരക്കണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കും വേണ്ടി നമ്മൾ ദുആരക്കുകയാണ്. അപ്പോൾ ദുആക്ക് മുമ്പ് നമുക്ക് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ് അതൊക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. لا إله إلا أنت سبحانك إني كنت من الظالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. അർഹമുർറഹീമീനായ കരുണയുള്ള റബ്ബേ, അല്ലാഹുവേ, രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങളെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ആമീൻ പറയുന്ന മജ്ലിസാണ്, ദിക്ർ ചൊല്ലിയ മജ്ലിസാണ്. അല്ലാഹുവേ, നിന്റെ വിശുദ്ധമായ ഖുർആനിലെ ദുആകൾ പറഞ്ഞ മജ്ലിസാണ്. അല്ലാഹുവേ, നിന്റെ മുത്ത് ഹബീബിന് വേണ്ടി സ്വലാത്തുകൾ ചൊല്ലിയ മജ്ലിസാണ്. നീ ഖബൂലാക്കണേ അല്ലാ. പരിപൂർണമായ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ എല്ലാവിധ നിഅമത്തുകളും നൽകണേ അല്ലാ. നിഅമത്തുകൾ തടയല്ലേ റബ്ബേ. ചെയ്തുപോയ തെറ്റുകളുടെ പേരിൽ അല്ലാഹുവേ, നീ തരുന്ന അനുഗ്രഹങ്ങൾ നിർത്തിക്കളയല്ലേ റഹ്മാനെ. ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ് ജീവിതത്തിൽ. അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ഒരുപാട് അബദ്ധങ്ങൾ തെറ്റുകൾ പറ്റിയവരാണ്. ഞങ്ങൾ ഏറ്റുപറയുന്നു റഹ്മാനെ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ ഭർത്താക്കന്മാർ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയി ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. ലോക മുഅ്മിനീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ വാപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, പലരും ഖബറിലാണ്. ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരിച്ച് ഖബറിലേക്ക് ചെല്ലാനുള്ളവരാണ്. ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ റഹ്മാനേ. അല്ലാഹുവേ, പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഓരോ ആളുകൾക്കും എന്തെല്ലാം പ്രയാസങ്ങൾ പ്രശ്നങ്ങളുണ്ടെന്ന് നിനക്കറിയാം അല്ലാ. എല്ലാം നീ മാറ്റിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സങ്കടങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. പ്രശ്നങ്ങൾക്ക് പരിഹാരം തരണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിന്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ വേദനകളും വിഷമങ്ങളും രോഗങ്ങളും നീ മാറ്റി സലാമത്ത് തരണേ അല്ലാ. അല്ലാഹുവേ, ഈ മജ്ലിസ് കാണുന്ന ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് മുഅ്മിനീങ്ങൾ അല്ലാഹുവേ, പലരും ഹോസ്പിറ്റലുകളിൽ കഴിയുകയാണ്, വീടുകളിൽ കഴിയുന്ന രോഗികളായി. എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. പലർക്കും പലവിധത്തുള്ള ശാരീരികമായ മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. എന്തെല്ലാം ആർക്കെല്ലാം ഉണ്ടെന്ന് നിനക്കറിയാം. നീയാണ് രോഗം തരുന്നവൻ, നീയാണ് ഷാഫിയായവൻ റബ്ബേ. ഷാഫിയായ അല്ലാ, രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ അല്ലാ. ശരീരത്തിന് ആഫിയത്തും ആരോഗ്യവും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോകൾ കാണുന്ന വീഡിയോകൾക്ക് താഴെ കമന്റായി ദുആ വസിയത്ത് പറയുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹുവേ, ആ മുഅ്മിനീങ്ങളുടെ പേര് വിവരങ്ങൾ നിനക്കറിയാം. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നു എന്ന് നിനക്കറിയാം, എഴുതുന്നു നിനക്കറിയാം. റഹ്മാനെ,
അവരുടെ എല്ലാവരുടെയും എല്ലാ ദുഃഖങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും ദൂരീകരിക്കണേ അല്ലാ. മനസ്സിന്റെ മുറാദ് അവരുടെയും ഞങ്ങളുടെയും ഹാസിലാക്കി തരണേ അല്ലാ. വേദനകൾ വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ലാ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. കടങ്ങളുള്ളവരുടെ ആ കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. സാമ്പത്തികമായ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ വിഷമിക്കുന്നു, ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് പേര് വീടില്ലാതെ വിഷമിക്കുന്നു, വീട് പണി നടക്കുന്നവരുണ്ട്, എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ സങ്കടപ്പെടുന്നവരുണ്ട്, വിവാഹം ശരിയാക്കി എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. വിവാഹം നിശ്ചയിച്ചു വെച്ചവർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് തന്നിട്ടുള്ള മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കള് ഒരുപാട് പഠിക്കുന്നവരാണ്, പരീക്ഷകൾ എഴുതിയവരാണ്, ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. റഹ്മാനായ അല്ലാ, റഹീമായ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മജ്ലിസിന്റെ താഴെ ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നു എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ വീടുകളിൽ കുടുംബങ്ങളിൽ നീ ഐശ്വര്യം തരണേ അല്ലാ. സ്വസ്ഥതയും സമാധാനവും തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. വഴിതെറ്റി പോകുന്ന കാലമാണ് അല്ലാഹുവേ, മോശത്തരങ്ങൾ അധികരിക്കുന്ന കാലമാണ്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും എല്ലാ വിധത്തിലുള്ള ദുർപ്രവർത്തനങ്ങളെ തൊട്ടും അല്ലാഹുവേ, മോശത്തരങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ, രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഈ വർഷം ഞങ്ങളുടെ കൂട്ടത്തിൽ ഹജ്ജിന് പോകുന്ന ഒരുപാട് ഹാജിമാരുണ്ട്. അല്ലാഹു അവർക്ക് ഹജ്ജും ഉംറയും സിയാറത്തും മഖ്ബൂലും മബ്റൂറുമായി ചെയ്യാനുള്ള അവസരം കൊടുക്കണേ അല്ലാ. ഒരുപാട് പേർക്ക് ഹജ്ജ് മുടങ്ങി പോകുമെന്ന് ഭയപ്പെടുകയാണ് റബ്ബേ, നീ കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹുവേ നിനക്ക് പൊരുത്തപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അവസാനം മുഅ്മിനായി മരണപ്പെടാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. എവിടെ വെച്ചാണ് മരിക്കുക, എങ്ങനെയാണ് മരിക്കുക, എപ്പോഴാണ് മരിക്കുക എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല റബ്ബേ. മരിക്കുന്ന സമയത്ത് റബ്ബേ ഞങ്ങൾക്ക് കലിമ ചൊല്ലി മരിക്കാനുള്ള അവസരം തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈമാൻ നഷ്ടപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, എല്ലാവിധത്തിലുള്ള കാവലും നീ തരണേ അല്ലാ. മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ കച്ചവടങ്ങൾ, ബിസിനസ് എല്ലാത്തിലും നീ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. അഭിമാനം തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, അസൂയാലുക്കളുടെ അസൂയെ തൊട്ട് കാക്കണേ അല്ലാ. സിഹർ വെക്കുന്ന സാഹചര്യങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. കണ്ണീർ വെക്കുന്ന ആയിനീങ്ങളുടെ ഐനിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, നാവ് ദോഷങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. എല്ലാവിധത്തിലുള്ള പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ കച്ചവടം, ഞങ്ങളുടെ വീട്, വാഹനം എല്ലാത്തിനെയും നീ സംരക്ഷിക്കണേ അല്ലാ. ഈ മജ്ലിസ് ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ, അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. അൽഹംദുലില്ലാ, നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും കഴിയുന്നത് പോലെ പങ്കെടുക്കുക, മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു ഖബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.